ഹലോ. ഹയർ സെക്കൻഡറി +1 അഡ്മിഷൻ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷാ സമർപ്പണം തുടങ്ങിയിരിക്കുന്നു. ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് അപേക്ഷാ സമർപ്പണം നടത്തേണ്ടത്. ആയതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ തങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുകിൽ അക്ഷയ സെൻറ്റർ മുഖേനയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലളിതമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹയർ സെക്കൻഡറി വെബ്സൈറ്റായ www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രധാന വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഇടതുഭാഗത്ത് വ്യൂ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന താഴെ കുറേ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥിക്ക് അപേക്ഷിക്കാൻ വേണ്ടി ആദ്യം വിദ്യാർത്ഥിക്ക് വേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന മൂന്നാമത്തെ സെക്ഷനാണ്. ഇവിടെ ആണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിദ്യാർത്ഥികൾ തങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കണം. രണ്ടാമത്തേത്, കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കുമ്പോൾ ലഭിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ട് പിന്നീട് കുട്ടികൾക്ക് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യമായി അപേക്ഷിക്കുന്നൊരു കുട്ടി, വെബ്സൈറ്റിൽ കയറുന്ന കുട്ടി പോവേണ്ടത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അവിടെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കൺസേൺ ജില്ല ഏതാണോ ആ ജില്ല അവിടെ സെലക്ട് ചെയ്ത് പച്ച മാർക്കിൽ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അതിൽ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് പൂരിപ്പിക്കുക. ശ്രദ്ധിക്കുക, ഇത് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ലിങ്കാണ്. രജിസ്ട്രേഷൻ ഭാഗമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് SSLC സ്കീം അവിടെ സെലക്ട് ചെയ്യുക. SSLC ആണോ, സർക്കാർ സിലബസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ ഇവിടെ 1 SSLC, അതല്ലെങ്കിൽ ഐറ്റം നമ്പർ 2 2007 മുതൽ 2025 വരെ SSLC പാസ്സായ ആളുകളാണെങ്കിൽ അവിടെ 3 CBSE ആണെങ്കിൽ ICSE ആണെങ്കിൽ എല്ലാം അതിനനുസരിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതേഴ്സ് എന്നാണെങ്കിൽ ഇവിടെ അതേഴ്സ് ക്ലിക്ക് ചെയ്യുക. അതല്ല, കൂടുതൽ കുട്ടികളും ഒന്നാമത്തെ കാറ്റഗറിയിൽ പെട്ടതായിരിക്കും. വിദ്യാർത്ഥികൾ അവിടെ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ നമ്പർ, 10ാം ക്ലാസ്സിലെ രജിസ്റ്റർ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക. ആ രജിസ്റ്റർ നമ്പർ വീണ്ടും തെറ്റാതെ എൻ്റർ ചെയ്യുക. കുട്ടികളുടെ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പേര് വീണ്ടും അവിടെ എൻ്റർ ചെയ്യുക. പാസ്സായ മാസം, വർഷം ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ എൻ്റർ ചെയ്യുക. അത് ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യുക. മൊബൈൽ ഫോൺ, വിദ്യാർത്ഥികൾ തങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ടതാണ്. ആ മൊബൈൽ ഫോൺ 2 പ്രാവശ്യം എൻ്റർ ചെയ്യുക. പിന്നെ തൊട്ട് താഴെ കാണുന്ന മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് അവിടെ സെൽഫ് എന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ടൈപ്പ് ഓഫ് കോഡ്, താഴെ കാണുന്ന ക്യാപ്ച തെറ്റാതെ എൻ്റർ ചെയ്ത് ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണാം. ഇവിടെ സെൻഡ് OTP എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് തൊട്ട് താഴെ കാണുന്ന പച്ച ബട്ടണിൽ സബ്മിറ്റ് OTP എന്ന് പറയുന്ന പച്ച ബട്ടണിൽ വീണ്ടും എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പുതിയ പാസ്വേഡ് ഉണ്ടാക്കാനുള്ള ഒരു വിൻഡോ ആണ് വരിക. അതിങ്ങനെയായിരിക്കും. അവിടെ പുതിയ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പം ശ്രദ്ധിക്കുക, 8 ക്യാരക്ടർ അതിലുണ്ടായിരിക്കണം. അതിൽ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, നമ്പറുകൾ ഉണ്ടായിരിക്കണം, സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ 8 എണ്ണമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അതിവിടെ തെറ്റാതെ എൻ്റർ ചെയ്യുക. വീണ്ടും ഒന്നുകൂടി അത് കൺഫേം ചെയ്ത് എൻ്റർ ചെയ്യുക. അതിന് ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി വിദ്യാർത്ഥികളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിഡൻഷ്യൽ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് വന്നാൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കി കഴിഞ്ഞു. തൊട്ട് താഴെ കാണുന്ന
നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ തെറ്റാതെ നിങ്ങൾ എഴുതിയെടുക്കണം. ഇത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യമാണ്, അപേക്ഷ സമർപ്പിക്കുന്നതിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് 10 അക്ക ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ തെറ്റാതെ എൻട്രി ചെയ്ത് അതാണ് നിങ്ങളുടെ യൂസർ നെയിം. അതോടുകൂടി കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്നത് കഴിഞ്ഞു. ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പണവുമായി മുന്നോട്ട് പോകണം. വിദ്യാർത്ഥികൾ വീണ്ടും സെക്കൻഡറിയുടെ മെയിൻ വിൻഡോയിലേക്ക് തിരിച്ചു വരിക. അവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് തൊട്ട് താഴെ കാണുന്ന ആ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്നുള്ള ബട്ടണിൽ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് ഹയർ സെക്കൻഡറി +1 അപേക്ഷയിലേക്ക് അപേക്ഷ നൽകാൻ വേണ്ടി പോവേണ്ട പ്രധാനപ്പെട്ട ലിങ്ക് ഇതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ 2026-27 എന്ന് അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ യൂസർ നെയിം നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 10 അക്ക ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾ എഴുതിയെടുത്ത ആപ്ലിക്കേഷൻ നമ്പർ തെറ്റാതെ ഇവിടെ എൻട്രി ചെയ്യുക. പാസ്വേഡ് നേരത്തെ നിങ്ങൾ എന്താണോ നേരത്തെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തത്, സൃഷ്ടിച്ചത്, അത് നിങ്ങൾ തെറ്റാതെ എൻട്രി ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ ജില്ല സെലക്ട് ചെയ്യണം. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ബട്ടൺ ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇവിടെ ഇടതുഭാഗത്ത് താഴെ ലിങ്ക്സ് എന്നുള്ള ഇവിടുത്തെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അവിടെ നിങ്ങൾ പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ ഹയർ സെക്കൻഡറി +1 അപേക്ഷാ സമർപ്പണത്തിൻ്റെ പ്രധാന ഭാഗം വരുന്നതാണ്. ഇതാണ് നിങ്ങൾ പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം നിങ്ങൾ ക്വാളിഫൈയിങ് എക്സാം നേരത്തെ പറഞ്ഞതുപോലെ സ്കീം ഏതാണെന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. പിന്നെ SSLC, CBSE തുടങ്ങിയിട്ടുള്ള പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കവിടെ ഓട്ടോമാറ്റിക്കലി നേരത്തെ അവിടെ കൊടുത്തുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടാവും. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളാണ് എങ്കിൽ ഇവരുടെ രജിസ്റ്റർ നമ്പർ, SSLC രജിസ്റ്റർ നമ്പർ മാത്രം ഇവിടെ എൻ്റർ ചെയ്താൽ തന്നെ കുട്ടിയോട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇവിടെ വരുന്നതാണ്, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതൊന്നും കൂടി പരിശോധിച്ച് അഡ്രസ്സുകളൊക്കെ ഒന്നും കൂടി പരിശോധിച്ച് മാറ്റണമെങ്കിൽ മാറ്റാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഏതായാലും അതെല്ലാം പരിശോധിച്ച് അതോടൊപ്പം തന്നെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് വലതു ഭാഗത്ത് കാണുന്ന ഈ ബോക്സിൽ, ചെറിയ ബോക്സിൽ ടിക്ക് ചെയ്ത് സ്റ്റേറ്റ് തലത്തിൽ ആർട്സ് സ്പോർട്സിലൊക്കെ സ്റ്റേറ്റ് തലത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക്, പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ, പൊസിഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന വെദർ എലിജിബിൾ ഫോർ EWS റിസർവേഷൻ. EWS റിസർവേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന മുന്നോക്ക ജാതിയിൽപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ, ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് എങ്കിൽ, മുന്നോക്ക ജാതിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് എങ്കിൽ ഇവിടെ യെസ് എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. ബാക്കി എല്ലാ ആളുകളും ഓട്ടോമാറ്റിക്കലി അവിടെ നോ എന്നാണ് കൊടുക്കേണ്ടത്. ഓൾറെഡി അത് നോ ആയിട്ടായിരിക്കും കിടക്കുക. അത് EWS കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ മാത്രം അവർ യെസ് എന്ന് കൊടുക്കണം. യെസ് എന്ന് മാത്രം കൊടുത്താൽ പോരാ, ബന്ധപ്പെട്ട രേഖകളും ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പച്ച ബട്ടൺ പ്രസ് ചെയ്യുക. പച്ച ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അടുത്ത സെക്ഷനായിട്ടുള്ള മാർക്ക്, നമ്മുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് ഓട്ടോമാറ്റിക്കലി, സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനൊന്നുമില്ല. നേരെ ഈ പച്ച ബട്ടൺ സബ്മിറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ എത്ര സ്കൂളുകളാണോ വിദ്യാർത്ഥികൾക്ക് അവിടെ ആവശ്യം അതെല്ലാം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ സ്കൂളുകളുടെ കോഡും അതോടൊപ്പം തന്നെ കോഴ്സ് കോഡുകളും തെറ്റാതെ എൻ്റർ ചെയ്ത് വിദ്യാർത്ഥികൾ വലതു ഭാഗത്ത് കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗവും തീരുന്നതാണ്. അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ തങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ ബന്ധപ്പെട്ട രേഖകളാണ് പിന്നെ നൽകേണ്ടത്. അവിടെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് നമ്പർ, അതിൻ്റെ ഡേറ്റ്, അതോറിറ്റി അതിലോട്ട് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് എഴുതുക. സർട്ടിഫിക്കറ്റ് നമ്പർ അതിലില്ലെങ്കിൽ അവിടെ രജിസ്റ്റർ നമ്പർ എഴുതിയാലും മതി. പിന്നെ എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇക്വലൻസി സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികളാണെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് നമ്പർ അവിടെ എൻ്റർ ചെയ്യുക, അതിൻ്റെ ഡേറ്റ് എൻ്റർ ചെയ്യുക. അതോറിറ്റി എന്നുള്ളിടത്ത് മെഡിക്കൽ ബോർഡ് എന്ന് പറയുക.
എൻ്റർ ചെയ്യുക. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ നിർബന്ധമായിട്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിവിടെ അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ, മറ്റ് റിസർവേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ അതിൻ്റെ നമ്പർ എഴുതണം, ഡേറ്റ് എഴുതണം. ഇഷ്യൂയിങ് അതോറിറ്റി, ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾക്ക് ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയുമ്പം HM ആ സ്കൂളിൻ്റെ പേര് എഴുതുക. HM എന്ന് എഴുതിയിട്ട് സ്കൂളിൻ്റെ പേര് എഴുതുക. പിന്നെ സബ്മിറ്റ് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇക്വലൻസി സർട്ടിഫിക്കറ്റുകളോ മറ്റ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകളോ മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുള്ളൂ, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മാത്രം നൽകിയാൽ മതി. ഓരോന്നും എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവസാനം സബ്മിറ്റ് ഓൾ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം പൂർത്തിയാകുന്നതാണ്. ഇതോടുകൂടി അപേക്ഷാ സമർപ്പണം പൂർത്തിയാകുന്നതാണ്. അപേക്ഷാ സമർപ്പണം പൂർത്തിയായതിനു ശേഷം അപേക്ഷ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും പ്രിൻ്റ് ഔട്ട് ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസുകളിലോ ഒന്നും തന്നെ നേരിട്ട് ഏൽപ്പിക്കേണ്ടതില്ല. അത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. ഏതായാലും ഹയർ സെക്കൻഡറിക്ക് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ജൂൺ 3 മുമ്പായി വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റായിട്ടുള്ള HSCAP വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജൂൺ 3 വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.